ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പൊട്ടുവെള്ളരിയുടെ ഗുണങ്ങളും അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന വിധവുമാണ് കാണാൻ പോകുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് മേടിക്കുന്നതും ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നതും. പൊട്ടുവെള്ളരിയുടെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കിൻ ഇങ്ങനെ വിണ്ട് കീറും. ഞാനിപ്പോൾ വിണ്ട് കീറാത്തതാണ് മേടിച്ചേക്കുന്നത്. മേടിച്ച് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അത് പാകമായത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് ജ്യൂസുകളെ അപേക്ഷിച്ച് നല്ല തണുപ്പാണ് ഇതിന്. ചൂടുകാലത്ത് ഒരു ഗ്ലാസ് പൊട്ടുവെള്ളരി കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരീരവും മനസ്സും നന്നായിട്ട് തണുക്കും. ഇതിൽ ഒത്തിരി ചെറിയ ചെറിയ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ബീറ്റ കരോട്ടിൻ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, വൈറ്റമിൻ സി എന്നിവയുടെ കലവറയാണ് പൊട്ടുവെള്ളരി. ദിവസവും ഒരു ഗ്ലാസ് പൊട്ടുവെള്ളരി ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിൽ നിന്നും ടോക്സിനുകൾ പുറന്തള്ളാൻ ഏറ്റവും മികച്ച മാർഗമാണിത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. കരളിൻ്റെയും വൃക്കയുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ ജ്യൂസ് നല്ലതാണ്. ഞാനിപ്പോഴും 1/3 ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിലുള്ള കുരുവും എടുത്തിട്ടുണ്ട്. കുരുവിന് ചെറിയൊരു പുളിപ്പ് രസമുണ്ട്. എനിക്ക് ഇത്രയും കുരുക്കളാണ് കിട്ടിയിരിക്കുന്നത്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഉള്ളിലുള്ള ഭാഗം സ്പൂൺ കൊണ്ട് കോരിയെടുക്കാം. വളരെ സോഫ്റ്റാണ്, പഞ്ഞി പോലെ ഇരിക്കണ, മദാമപ്പുല്ല് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് ആദ്യം സ്കിന്ന് പറിച്ചു കളയാൻ നോക്കിയിട്ട് പറ്റണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ സ്കിൻ കളയുന്നത്. പൊട്ടുവെള്ളരിയുടെ 1/3 ഭാഗം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് വെറുതെ തിന്നാനൊന്നും തോന്നില്ല, ഒരു മധുരം ഇല്ല, നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത് പോലെ തോന്നും, പക്ഷേ വെറുതെ തിന്നാനായിട്ട് ഒരു ടേസ്റ്റും ഇല്ല. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചോ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞു കിട്ടും. ഞാൻ ഇതിൻ്റെ കുരു മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് മധുരം ഇടാം. ഞാൻ ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ അങ്ങോട്ട് കഴിച്ചാലും മതി. എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മധുരം കുറച്ച് കുറവാണ്. ഞാൻ അധികം മധുരമൊന്നും കഴിക്കാറില്ല. പിള്ളേർക്ക് കുറച്ചും കൂടി മധുരം ഇട്ടാണ് കൊടുക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ പാല് ചേർത്തുണ്ടാക്കി. നല്ല ടേസ്റ്റാണ്. പാല് ചേർത്തുണ്ടാക്കുമ്പോഴത്തേക്കും ഷേക്ക് കുടിക്കുന്നത് പോലെ ഉണ്ട്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.